ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ നില വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു ബ്രെഡ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് വയ്ക്കാം. അതിലേക്ക് പാൽ കുറച്ച് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ബോളാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. നമുക്ക് ഗുലാബ് ജാമുൻ്റെ ഒരു ഷേപ്പ് അറിയാലോ, എത്ര വേണ്ടെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ഷേപ്പാക്കി എടുക്കാം, ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് ബോൾസാക്കി എടുക്കുന്നുണ്ട്. ബോൾസാക്കി എടുത്തിട്ട് അത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുത്തത്. വെളിച്ചെണ്ണ അല്ലാത്ത വേറെ ഏത് ഓയിലും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ പഞ്ചസാര പാവാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഏലക്കായ കൂടി പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സൈഡിൽ അതും ആവുന്നുണ്ട്. അപ്പോൾ രണ്ടും ഓരോ സൈഡിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ബോൾസാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് ഫ്രൈ ചെയ്തിട്ട് ഒരു ബ്രൗൺ നിറാവുമ്പോൾ കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ പഞ്ചസാരപ്പാനിയും ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പം ബോൾസൊക്കെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പഞ്ചസാരപ്പാനിയിലേക്ക് ഇട്ട് കൊടുക്കണം. ആ ബോൾസിലേക്ക് ആ മധുരമൊക്കെ അതിലേക്ക് പിടിക്കണം. അപ്പോൾ ഇതാ പഞ്ചസാരപ്പാനി റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുനാണ്. സെയിം ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പേ ആക്കിയത് അങ്ങനെ സെയിം ടേസ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.